ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. ഇന്ന് ഹാസിമിൻ്റെ 3rd ബർത്ത്ഡേ ആണ്, ചെറിയ ആളുടെ. അപ്പോൾ ഉച്ചയ്ക്ക് തുടങ്ങിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നൊരു ഫ്രൈഡേ ആണ്, April 4th ആണ് കേട്ടോ അവൻ്റെ ബർത്ത്ഡേ. അപ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ബിരിയാണിയൊക്കെ വാങ്ങി. ഇന്നിപ്പോൾ തതയുടെ ഹസ്ബൻഡിൻ്റെ വകയായിരുന്നു ബിരിയാണിയും കാര്യങ്ങളൊക്കെ. അവർ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ അവിടെ അൽഷംസ് റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ, 4 സ്ക്വയറിൻ്റെ തൊട്ടടുത്തുള്ള അവിടുത്തെ ബിരിയാണിയാണ് കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ്. അപ്പോൾ അവിടെ നിന്നാണ് ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബർത്ത്ഡേ ബോയ് കൈ കിട്ടിയ കാറൊക്കെ എടുത്ത് എറിഞ്ഞ് ടോമാഞ്ചെറിയൊക്കെ കണ്ട് അങ്ങനെ നടക്കുവാണ്. അപ്പോൾ ചെറിയൊരു പരിപാടിയും കാര്യങ്ങളും വൈകിട്ട് ഒക്കെ അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. മറീനയിൽ ചെറിയൊരു ക്രൂയിസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ തന്നെ നമ്മളുടെ വാസലിൽ തന്നെ കുറേ കേക്ക് ബേക്കേഴ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഗ്രൂപ്പിൽ ഇഷ്ടംപോലെ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അങ്ങനെ അതിൽ ഷബനം എന്നും പറഞ്ഞിട്ട് C12 താമസിക്കുന്ന ഒരാൾക്ക് കേക്ക് അങ്ങനെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ ഫേവറേറ്റ് കൊക്കോമെലൺ ആണല്ലോ. അപ്പോൾ കൊക്കോമെലണിൻ്റെ 2-3 പിക്സ് ഞാനിങ്ങനെ അയച്ചു കൊടുത്ത് ചെയ്തു തരാമോ എന്നും ചോദിച്ചിട്ട്, സത്യത്തിൽ ഇന്നലെ രാത്രിയാണ് കേട്ടോ ഞാൻ ഓർക്കണേ. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു പിറ്റേ ദിവസം തരാനുള്ളത് കൊണ്ട് നടക്കില്ല, കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഡിസൈനൊക്കെ കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെറിയൊരു ഡിസൈനും പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫോട്ടോ അയച്ചെടുത്തപ്പോൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ അവർ ഒരുപാട് ഫ്ലേവേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ മാംഗോയാണ് കേട്ടോ ചൂസ് ചെയ്തത്. അപ്പോൾ ഒരു ടിൻഡ് മാംഗോ വെച്ച് ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഫ്രഷ് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് വെച്ചിട്ട് തന്നെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. 1 kg കേക്കാണ് പറഞ്ഞതെങ്കിലും അവർ ഒരു 1.5 kg കേക്ക് ചെയ്തു തന്നിട്ടാണ്. അപ്പോൾ ആൾക്ക് ഡ്രസ്സ് എടുക്കാമെന്നൊക്കെ വിചാരിച്ച്, പക്ഷെ പോകാനൊന്നും പറ്റിയില്ല. ഈ പിങ്ക് സ്യൂട്ട് സത്യത്തിൽ ഒരു 5 വർഷം പഴക്കമുള്ളതാണ് കേട്ടോ. കാരണം ഹാറൂൻ്റെ സ്യൂട്ടാണിത്. ഇത് കസിൻ്റെ എപ്പോഴും വീട്ടിൽ വരാറുണ്ടല്ലോ സച്ചു, അവൻ്റെ കല്യാണത്തിന് ഹാറൂനെടുത്ത സ്യൂട്ടായിരുന്നു. അപ്പോൾ ഒരൊറ്റ തവണ അന്ന് ഇട്ടിട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഞാനിങ്ങോട്ട് പോന്നപ്പോൾ അത് ഡ്രൈ വാഷൊക്കെ ചെയ്ത് പാക്ക് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നതായിരുന്നു. പക്ഷെ അപ്പോഴത്തേനും ഹാറൂൻ വലുതുമായി, പിന്നെ ഹാസിമും വന്നു. അപ്പോൾ അങ്ങനെ മാഷാ അല്ലാഹ് അത് ഇരുന്നിരുന്ന് ഹാസിമിന് ഇടാൻ പാകത്തിനുള്ള സൈസായിട്ടാണ്. അങ്ങനെ വേറെ ഡ്രസ്സ് എടുക്കാനും പിടിക്കാനും ഒന്നും നിന്നില്ല. ഇക്കാക്ക് കേക്ക് മുറിക്കൽ, ഡ്രസ്സ് എടുക്കൽ അങ്ങനത്തെ കാര്യങ്ങളോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ പെരുന്നാളായിട്ടും നമ്മൾ എവിടെയൊന്നും പോയൊന്നുമില്ലല്ലോ. അപ്പോൾ പെരുന്നാളിൻ്റെ കറക്കവും ബർത്ത്ഡേ കറക്കവും എല്ലാം കൂടി ഒരുമിച്ചാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ പരിപാടികളോടൊന്നും ആൾക്ക് തീരെ താല്പര്യമില്ല. ഞാനാണ് എപ്പോഴും കേക്ക് ഒരു കൊതിക്ക് ബുക്ക് ചെയ്യണ ആൾ. ഹാസിമിനേക്കായും എക്സൈറ്റഡ് ഹാറൂനും ഹംദാനും ആണ് കേട്ടോ. അപ്പോൾ തലേ ദിവസം കിടന്നപ്പോൾ മുതൽ ഹാറൂൻ ഇന്ന് ഹാസിമിൻ്റെ ബർത്ത്ഡേ അല്ലേ എന്നും ചോദിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 4:30 മണിയോടുകൂടി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 6:15 അവിടെ റിപ്പോർട്ട് ചെയ്യണം കേട്ടോ. പള്ളിയിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഇക്കാലത്ത് കേക്ക് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞിരുന്നു, പക്ഷെ ആൾ മറന്നുപോയി. പിന്നെ നമ്മൾ റെഡിയായി ഇറങ്ങിയപ്പോഴാണ് കേട്ടോ പോയി വാങ്ങിയത്. പിന്നെ നമ്മുടെ വണ്ടിയിൽ വെച്ചു. അപ്പോഴത്തേനും ഓരോരുത്തർ ഇടി തുടങ്ങി, ഞാൻ പിടിച്ചോളാം എന്നൊക്കെ പറഞ്ഞ്. പിന്നെ കേക്കിൻ്റെ ഒരു കാര്യമായതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് ഇവരുടെ കൂടെ വെച്ച് കൊടുക്കാനും തോന്നുന്നില്ല, പേടിയായിട്ട് വയ്യ. ഒരു ദിവസം നോമ്പ് തുറക്കാൻ പോയപ്പോൾ ഒരു കുപ്പി ജ്യൂസ് ഞാൻ ഹംദാൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പാർക്കിൽ ചെന്നപ്പോഴത്തേനും ആ ജ്യൂസിൻ്റെ ബോട്ടിൽ കാലിയായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഇവരെ ഒരു കാര്യത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കേക്ക് എന്തായാലും അവരുടെ വണ്ടിയിൽ വെച്ച് കൊടുത്തിട്ടാ. അപ്പോൾ തത്തക്കൊക്കെ തിരിച്ച് വരണ വഴിക്ക് 2-3 സ്ഥലത്തൊക്കെ കയറാനുണ്ട്, ഫ്രണ്ട്സിൻ്റെ എവിടെയൊക്കെയോ കാണാനും പോകാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവരവരുടെ വണ്ടിയിലും നമ്മൾ നമ്മുടെ വണ്ടിയിലുമാണ് കേട്ടോ വന്നത്. ഇതിപ്പോൾ നമ്മൾ 6 മണിക്ക് കയറിയിട്ടുണ്ടെങ്കിൽ 9 മണിയൊക്കെ ആകുമ്പോൾ കഴിയും കേട്ടോ. കുറച്ച് നേരത്തെ പരിപാടിയുള്ളൂ. ഡിന്നറൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയാലും പിന്നെയും കുറച്ച് സമയവും കൂടി ഉണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ അവർക്ക് തിരിച്ചു പോവുകയും വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അവരുടെ വണ്ടി എടുത്ത്, അപ്പോൾ ഞാൻ നേരെ കേക്കിനെ സേഫ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് അവരുടെ വണ്ടിയിലേക്ക് വെച്ച് കൊടുത്തിട്ടാണ്. അങ്ങനെ നമ്മൾ ഏകദേശം മറീനയിൽ എത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടുത്തെ സ്ഥലവും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ കുറച്ച് സ്ഥലം വഴി തെറ്റിയിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞ ലൊക്കേഷനിൽ നിന്ന് ഒന്ന് മാറിയാണ് കേട്ടോ പാർക്കിംഗ് ഉണ്ടായിരുന്നത്. പിന്നെ അവരെ വിളിച്ച് പാർക്കിംഗ് ഒക്കെ പറഞ്ഞു കൊടുത്ത് ഞങ്ങളങ്ങനെ ഇറങ്ങി നടക്കുകയാണ് കേട്ടോ. നമ്മളുടെ ക്രൂസ് ഗേറ്റ് നമ്പർ 2 വഴിയാണ് ചെല്ലേണ്ടത്.
ഹാസിം വെള്ളം കണ്ടോടുകൂടി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ആൾക്ക് വെള്ളവും മണ്ണും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു സംഭവം പോലെയാണ്. പിന്നെ നമ്മൾ വിളിച്ചു കൊടുത്തും വരില്ല, അങ്ങനൊരു പാടാണ് കേട്ടോ. പിന്നെ ഇക്ക നേരത്തെ പോയിട്ടുണ്ടായിരുന്നു, ഏതാണ് കാരണം നമ്മൾ 6:30 ആയിട്ടാണ് അവിടെ എത്തിയപ്പോഴത്തേനും, കുറച്ചൊന്ന് ലേറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക ഏതാ ക്രൂയിസ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നേരത്തെ പോയി. ഞാനും ഹംദാനും ഒരു കണക്കിന് ഹാസിമിനെടുത്ത് ഗേറ്റ് നമ്പർ 2 അന്വേഷിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ക്രൂസുകളും യാറ്റുകളും ഒക്കെ തന്നെ പല പല കാറ്റഗറിയിലുള്ളതായിരുന്നു കേട്ടോ. നമ്മുടെ റേറ്റും കാര്യങ്ങളനുസരിച്ച് ഓരോന്നിൻ്റെയും ഫെസിലിറ്റിയും ഫുഡും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഗേറ്റ് നമ്പർ 2 വഴി ക്രൂസിലേക്ക് കയറി. നല്ല സ്പേഷ്യസ് ആയിരുന്നു കേട്ടോ. താഴെ ഇങ്ങനത്തെ ഒരു സോഫയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടൊക്കെ ഉള്ള ഒരു ഏരിയ ആയിരുന്നു. അപ്പോൾ മുകളിലായിരിക്കും കുറച്ചും കൂടി ഓപ്പൺ സ്പേസ്, കാണാനും ഭംഗി അതായിരിക്കും എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ മുകളിലേക്ക് പോയിട്ടാണ്. അപ്പോൾ നമ്മളെപ്പോലെ തന്നെ ലേറ്റായിട്ട് കുറച്ച് പേരുണ്ടാവുമല്ലോ. അങ്ങനെ ഏകദേശം ഒരു 6:45 കഴിഞ്ഞ സമയത്താണ് ക്രൂസ് വിട്ടത്. അത്രയും നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. ചെന്ന സമയത്ത് ചെറിയൊരു ജ്യൂസും ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ തന്നിട്ടാണ്. പിന്നെ കേക്കിൻ്റെ അവസ്ഥ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയതാണ്. സൈഡിൽ ചെറുതായിട്ടൊന്ന് ക്രീം ഇതായിട്ടുണ്ടായിരുന്നു, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് മൂപ്പര് കേക്ക് ശ്രദ്ധിക്കണത് കേട്ടോ. അത്രയും നേരം അത് സേഫായിട്ട് അവിടെ തന്നെ ഇരുന്ന്. അങ്ങനെ ഞങ്ങൾ ചെന്ന സമയത്ത് ജ്യൂസൊക്കെ കുടിച്ച് ഹാസിമിൻ്റെ പണികൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുപ്പികൾ മറിച്ചിടുക, ഇറങ്ങി ഓടുക. 2-3 പ്രാവശ്യം മുകളിൽ നിന്ന് താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോന്നൊക്കെ കാണിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ ടൈറ്റ് ചെയ്ത് പിടിച്ച് അങ്ങനെ ഇരുത്തിയേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ കോക്കോമെലൻ്റെ പ്രിൻ്റ് കണ്ടപ്പോൾ ആൾ ഭയങ്കര എക്സൈറ്റഡ്. ആൾ ടി വി കാണുന്ന സംഭവം കൈ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അത് കാണേണ്ടത് തന്നെയായിരുന്നു. പിന്നെ എല്ലാവരും ഒരു ഐസ്ക്രീമൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ക്രൂയിസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നല്ല കാറ്റും ഒക്കെ ആയിട്ട് നല്ല സുഖമായിരുന്നു കേട്ടോ അതിലിരിക്കാനായിട്ട്. ഉള്ള സൈഡിലുള്ള എല്ലാ വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു അടിപൊളി ഒരു വൈബ് തന്നെയായിരുന്നു. മറീന മാള്, മറീന കനാല്, പിന്നെ ദുബായ് എയിൻ വ്യൂ, പിന്നെ മറീന സ്കൈ സ്ക്രേപ്പേഴ്സ്, പിന്നെ ബ്ലൂ വാട്ടർ ഐലൻഡ്, ഇതൊക്കെയായിരുന്നു കേട്ടോ ഇവിടെ നിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ. അങ്ങനെ കാറ്റൊക്കെ കൊണ്ടിരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഫുഡും കാര്യങ്ങളൊക്കെ സെർവ് ചെയ്ത് തുടങ്ങിയിട്ടാണ്. അപ്പോൾ ടേബിൾ വൈസ് ആയിട്ടാണ് സെർവ് ചെയ്തുകൊണ്ടിരുന്നത്, കാരണം അത്രയ്ക്കുള്ള സ്പേസ് അല്ലേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടേബിളിലുള്ളവരൊക്കെ അങ്ങനെ പോയി ഫുഡൊക്കെ എടുത്ത് കഴിക്കണ്ടായിരുന്നു. പിന്നെ 2-3 പേരുടെ ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളുടെ അറബിക് ഡാൻസ് ഉണ്ടല്ലോ, തനോറ, ഒരു ലൈറ്റ് വെച്ചിട്ടുള്ള ഡാൻസ്, അതൊക്കെയാണ് ഇവർ പറഞ്ഞിരിക്കുന്ന ഓഫറും കാര്യങ്ങളൊക്കെ. പെർ ഹെഡ് 80 ദിറംസിൻ്റെ ആണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തത്. ഹാസിമിനെ ഞങ്ങൾ ലോക്കാക്കിയൊക്കെയാണ് കേട്ടോ. ഒരു വശത്ത് ഞാനും ഒരു വശത്ത് ഹാറൂനും ഇരുന്നിട്ട് സെൻറ്ററിൽ ഇരുത്തിയേക്കാണ്. അല്ലെങ്കിൽ മൂപ്പര് ഇറങ്ങി പുറത്തേക്ക് പോവും. പിന്നെ വെള്ളം കാണുന്നത് കൊണ്ട് ഇങ്ങനെ ഇങ്ങി നോക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതുകൊണ്ടും ഭയങ്കര പേടിയാണ് കേട്ടോ ആളെ വിടാനായിട്ട്. അപ്പോൾ ഞങ്ങൾ അത്രയും കോൺഷ്യസ് ആയിട്ട് ആളുടെ പുറകെ ഇങ്ങനെ നടക്കുമായിരുന്നു. കാരണം പിള്ളേരുടെ ഒരു കാര്യം പറയാൻ പറ്റില്ലല്ലോ, എല്ലാം നമ്മളത്രയും ശ്രദ്ധിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോവും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ലോക്കാക്കി സെൻറ്ററിലിരുത്തി കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെന്ന സമയത്ത് തന്നെ ഞാൻ കേക്ക് എന്തായാലും കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇനി ക്രീമൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ പെട്ടെന്ന് മെൽറ്റായി പോയാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഈ ക്ലൈമറ്റൊന്നും അത്ര കുഴപ്പമില്ലാത്തതുകൊണ്ട് അത് പറഞ്ഞു കഴിച്ചു കഴിഞ്ഞിട്ട് ആയാലും മതി, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി വെച്ചു. പക്ഷേ അത് അബദ്ധമായിപ്പോയി. നമ്മൾ കഴിച്ചു തുടങ്ങിയ സമയത്ത് ഹാസിം പെട്ടി ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടാണ്. കേക്ക് ഒരു കണക്കിന് മുറിച്ചെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ബഹളമായിരുന്നു. കേക്ക് ഫുള്ളായിട്ട് ആൾക്ക് തന്നെ കയ്യിൽ കിട്ടണം എന്നുള്ളൊരു വാശിയും കാര്യങ്ങളൊക്കെ ഇരുന്നു കേട്ടോ. പിന്നെ എന്തായാലും ഫുഡ് അടിച്ച് കഴിഞ്ഞ് കേക്ക് കട്ട് ചെയ്ത് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു സമാധാനമായത്. ക്രൂയിസിൽ പാട്ടൊക്കെ നല്ല സൗണ്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് വന്നപ്പോൾ ആൾ ഇങ്ങനെ നോക്കിയിരിപ്പുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരം. അങ്ങനെ പാട്ടൊക്കെ കേട്ട് ക്രൂസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നൈറ്റ് വ്യൂ ആയതുകൊണ്ടും രാത്രി ആയതുകൊണ്ടും കാണാനൊരു ഭംഗിയുണ്ടായിരുന്നു കേട്ടോ എല്ലായിടും. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ഞങ്ങൾ. കുറച്ച് ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണിയും നോർമൽ റൈസ്, ഫുഡിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഒരു ആവറേജ് അത്രേ ഉള്ളൂ.
അത്ര ഹൈ ഒന്നും പറയാനില്ല, ലോ ഒന്നും പറയാനില്ല. ഒരു നോർമൽ ഫുഡ്, നോർമൽ ബഫേ ആയിരുന്നു. 2-3 ടൈപ്പ് സാലഡുകളും, പിന്നെ പാസ്ത, ന്യൂഡിൽസ്, പിന്നെ 2-3 ടൈപ്പ് റൈസ്, വെജിറ്റബിൾ കറി, ചിക്കൻ കറി, പിന്നെ കബാബും, മട്ടൻ്റെ കബാബും ചിക്കൻ്റെ പീസും ഫ്രൈയും, അതൊക്കെയായിരുന്നു കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ പയ്യെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആദ്യം കുറച്ച് സാലഡും പാസ്തയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ട് ആദ്യം കുറച്ച് നേരം ഇരുന്ന് കഴിച്ച്, പിന്നെ രണ്ടാമത് പോയിട്ട് റൈസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അങ്ങനെ 2 സെക്ഷനായിട്ടാണ് കഴിച്ചത്. എല്ലാം കൂടി ഒരുമിച്ചെടുത്തിട്ട് അങ്ങനെ കഴിക്കുകയാണ് ചെയ്തത്. ഒരു നോർമൽ ഫുഡ്, അത്രയ്ക്ക് ഗംഭീരം എന്ന് പറയാനുമില്ല, എന്നാൽ അത്രയ്ക്ക് മോശമില്ല, അങ്ങനെ ഒരു ആവറേജ് ഫുഡായിരുന്നു. പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നഗറ്റ്സും ഫ്രഞ്ച് ഫ്രൈസും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഹാറൂനും ഹാസിമും ഒക്കെ ഹാപ്പി ആയിരുന്നു. ഹാറൂൻ ആദ്യം ന്യൂഡിൽസ് മാത്രം എടുത്തുകൊണ്ട് വന്നിട്ടാ. പിന്നെ ഞാനങ്ങനെ ചോറ് കുറച്ച് അവന് വാരി കൊടുത്തു. പിന്നെ നഗറ്റ്സ് അത്യാവശ്യം നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഷവർമയാണ് കേട്ടോ, ഷവർമയുടെ പീസ് അതുണ്ടായിരുന്നു. ഇത് മട്ടൻ്റെ കബാബും. അങ്ങനെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇതൊരു തൈരിൻ്റെ സാലഡായിരുന്നു കേട്ടോ, അതും നല്ലതായിരുന്നു. പിന്നെ ഒരു ചെറിയൊരു സ്വീറ്റും ഉണ്ടായിരുന്നു ലാസ്റ്റ്. നമ്മുടെ സൈഡിൽ കൂടെ പലതരത്തിലുള്ള ലക്ഷറി ക്രൂസുകളും പിന്നെ ഈ പ്രൈവറ്റായിട്ടുള്ള യാട്ടുകളും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോന്നിനും അതിൻ്റെ റേറ്റ് അനുസരിച്ചായിരിക്കും അതിൻ്റെ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ. പിന്നെ സീസൺ ടൈം ആകുമ്പോൾ എപ്പോഴും എല്ലാത്തിനും കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും കേട്ടോ. ഒന്നും കുറവൊന്നും കിട്ടാൻ സാധ്യതയില്ല, അവധി ദിവസങ്ങളാകുമ്പോൾ പ്രത്യേകിച്ചും. പിന്നെ ഇന്ന് ഫ്രൈഡേ ആണല്ലോ. അപ്പം നമ്മളൊരു ഒരു ബ്രിഡ്ജിൻ്റെ താഴെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മറീന കനാലാണോ ബ്രിഡ്ജാണോ എന്താണെന്നറിയില്ല. അപ്പോൾ ഹാസിം അത് കണ്ടപ്പോൾ ബ്ലൂ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോഴത്തേനും ഡാൻസുകാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡാൻസും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കണ്ട് കുറച്ച് നേരം ഇരുന്നു. ഹാസിമിന് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ ലൈറ്റ് എവിടെ കണ്ടാലും ആൾക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റാണ്, ഇങ്ങനെ നോക്കി നിൽക്കും. ഇപ്പോൾ കളറൊക്കെ പറയാൻ പഠിച്ചേക്കണോണ്ട് കളറൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോ സൈഡും ഇങ്ങനെ ആ ഒരു വീലുണ്ടല്ലോ അതും ഇങ്ങനെ നോക്കി നിന്നിട്ട് ബ്ലൂ എന്ന് ഇങ്ങനെ പറയായിരുന്നു കേട്ടോ. അങ്ങനെ പറഞ്ഞ് ഇത്താത്തായും പോവാറായി. പിറ്റേ ദിവസം തന്നെ പോവുകയും വേണം കേട്ടോ, രാവിലെ അവർക്ക് പോകണം. സൺഡേ സ്കൂളും തുടങ്ങും, ഇക്കാക്ക് ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ പരിപാടി 9 മണിയൊക്കെ ആകുമ്പോൾ കഴിയുമല്ലോ. അപ്പോൾ അതനുസരിച്ച് ഇറങ്ങിയിട്ട് അവർക്ക് പോകാനുള്ളതും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ ഹംദാൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് കേട്ടോ ഓർമ്മ വന്നത്. അവൻ്റെയും ഇതേപോലൊരു ക്രൂസിലായിരുന്നു. അത് ഒരുപാട് പേരൊക്കെ വിളിച്ചിട്ട് വലിയ പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഈ ഒരു ഡാൻസ് ആദ്യമായിട്ട് കാണുന്നത്. ആദ്യമായിട്ട് കാണുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അതിൻ്റെ ഇടയിൽ പോയി ഞാൻ രണ്ടാമത് ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിച്ച് നമ്മുടെ തൊട്ടടുത്തും 2 കുട്ടികളെയും കൊണ്ട് ഒരു അറബി ഫാമിലി ഉണ്ടായിരുന്നു. 2 കുട്ടികളെയും നോക്കാനായിട്ട് 2 മെയ്ഡ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോ പിള്ളേർ ഓരോ മെയ്ഡുകളുടെ അടുത്താക്കി അവർ 2 പേരും ഇങ്ങനെ സൊറ പറഞ്ഞിരിക്കണ്ടായിരുന്നു കേട്ടോ. കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ കൊതിയായി. അപ്പോൾ കേക്ക് കട്ട് ചെയ്യണ നേരത്ത് മനഹ പോയി പറഞ്ഞിട്ട് അവർ ആ സോങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ തുടങ്ങി ആ കുട്ടികൾ ഇങ്ങോട്ടേക്ക് നോക്കിയിരിപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫസ്റ്റ് തന്നെ അവർക്ക് തന്നെയാണ് കേക്ക് കൊടുത്തത്. ഹാസിം കേക്ക് കിട്ടാനുള്ള അവസാന ശ്രമത്തിലാണ്. അപ്പോൾ റോഫ്ക കുഞ്ഞിനെ എടുത്ത് അത് കേക്കും പിടിച്ച് അങ്ങനെ മാറി നിൽക്കുകയാണ് കേട്ടോ. ഇതെങ്ങനെയെങ്കിലും ഒന്ന് കട്ട് ചെയ്യണം. അപ്പോഴാണ് ഈ ഒരു ഡാൻസ് പരിപാടി തുടങ്ങിയത്. ഇനി ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം എന്തായാലും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നൊരു കുഞ്ഞിനെയും കൊണ്ട് അങ്ങനെ അവർ ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. അങ്ങനെ ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫൈനലി കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആളങ്ങനെ ഇരുത്തിയിട്ടാണ്. അപ്പോൾ കോക്കോമലൻ്റെ ബാക്കി ക്യാരക്ടേഴ്സിൻ്റെ പ്രിൻ്റ് ഔട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴും ഭയങ്കര സന്തോഷമായിട്ട് ആൾക്ക്. അപ്പോൾ നോക്കിയപ്പോൾ ഈ അടുത്തൊരു ഡാൻസുകാരി ഇവിടെ വന്ന് അതിനെ കണ്ട പാടെ ഹാസിമിനെയായിട്ട് അതിൻ്റെ അടുത്തേക്ക് പോയിട്ടാണ്.
ഹാസിമിന് ഭയങ്കര പേടിയായിട്ട് അതിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ആളിങ്ങനെ കള്ളി പിടിച്ചിരിക്കുകയായിരുന്നു. കാരണം അതിൻ്റെ കണ്ണ് കാണുമ്പോൾ തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ പേടിയാവട്ടെ, വലിയ കണ്ണൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മുടെ അടുത്തൊക്കെ വന്ന് ബാക്കിലേക്കൊക്കെ പോകണ്ടായിരുന്നു. എല്ലാവരും വീഡിയോ എടുത്തുകൊണ്ടിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കേക്ക് മുറിക്കണ സമയപ്പോൾ അവരൊരു തൊപ്പിയൊക്കെ ആയിട്ട് വന്ന് ഹാസിമ് വെക്കാനൊന്നും സമ്മതിച്ചിട്ടില്ല. അങ്ങനെ ഫൈനലി ഹാപ്പി ബർത്ത്ഡേയുടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. പക്ഷെ അവൻ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആകെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി അന്താളിച്ചിരിപ്പുണ്ടായിരുന്നു. പക്ഷെ ആൾക്കൊരു കാര്യം അറിയാം കേട്ടോ. ആളിങ്ങനെ ടി വിയിൽ കണ്ടതുകൊണ്ട് കേക്ക് കണ്ടപ്പോൾ തുടങ്ങി അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഊതാൻ തുടങ്ങിയിട്ട് ഈ ഒരു ക്യാൻഡിൽ ഊതി കിടത്തുമല്ലോ. അപ്പോൾ ആ ഒരു കാര്യം അറിയാം. പക്ഷേ നമ്മൾ ക്യാൻഡിലും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും മൂപ്പര് ഊതിക്കൊണ്ടേ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അവൻ കട്ട് ചെയ്യാത്തതുകൊണ്ട് ഞാൻ തന്നെ കട്ട് ചെയ്ത് കേക്കും കഴിച്ചില്ല കേട്ടോ, ഒരു പീസ് പോലും കഴിച്ചില്ല. പിന്നെ ഞാൻ കടവായിലേക്ക് വെച്ച് കൊടുത്ത് ആർക്കെങ്കിലും വെച്ച് കൊടുക്കണമല്ലോ. നല്ല കേക്കായിരുന്നു. എനിക്ക് ഒരുപാട് ക്രീമുള്ള കേക്ക് തീരെ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര മിനിമലായിട്ടുള്ള ക്രീമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റുള്ളൊരു മാംഗോ കേക്കായിരുന്നു. എന്തായാലും അത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അവരോട് 1 കിലോയാണ് പറഞ്ഞത്, എന്നാലും ഒരു 1.5 കിലോ വെച്ച് അങ്ങനെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കട്ട് ചെയ്ത് നമ്മുടെ തൊട്ടടുത്തിരുന്ന ആ കുട്ടികളുണ്ടല്ലോ അവർക്ക് ആദ്യം കൊടുത്ത് പിന്നെ ഞങ്ങളെല്ലാവരും കട്ട് ചെയ്ത് കഴിച്ചിട്ടാണ്. അപ്പോഴത്തേനും ഇറങ്ങണ സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഡാൻസും പരിപാടികളൊക്കെ അപ്പുറത്ത് നടക്കുന്നുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു പ്രിൻ്റ് ഔട്ട് ഉണ്ടല്ലോ അതെടുത്ത് ഇങ്ങനെ ആൾ നടക്കിയിരുന്നു. ആ ടി വി കാണുന്ന ആൾക്കാരെ തൊട്ടടുത്ത് കിട്ടിയതിൻ്റെ ആ ഒരു സന്തോഷമായിരുന്നു കേട്ടോ. ഭയങ്കര ക്യൂട്ടായിരുന്നു അത് കാണാൻ. ഞാൻ അവൻ്റെ പുറകെ നടന്ന് വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ. കുറേ നേരം ആൾക്കാരെയും കൊണ്ട് നടന്നു. പിന്നെ ആൾ ക്ഷീണിച്ച് കഴിഞ്ഞപ്പോൾ ചെയറിൽ കയറി ഇരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ തിരിച്ച് റിട്ടേൺ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. 2 സൈഡും വെള്ളമാണ്. ഹാസിമിന് ഒരു പേടിയില്ല. വെള്ളം കാണുമ്പോൾ തന്നെ അതിലേക്ക് ചാടാനുള്ള രീതിയിലാണ് കേട്ടോ നോക്കിയിരിക്കണേ. അപ്പോൾ 2 പേര് പിടിച്ചാലേ നമുക്കവനെ കിട്ടുകയും ചെയ്യുള്ളൂ. ഭയങ്കര ബലമാണ് ആൾക്ക്. അങ്ങനെ നമ്മളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. 2-3 ക്രൂസുകൾ അടുപ്പിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ ഒരുമിച്ച് അങ്ങനെ ഇറങ്ങി പോവുക ചെയ്തത്. അപ്പോൾ നല്ല റഷ് ഉണ്ടായിരുന്നു കേട്ടോ ഇറങ്ങുന്ന സ്ഥലത്ത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകണ വഴിക്ക് തന്നെ അടുത്ത യാട്ടിലേക്ക് കയറാനുള്ള ആൾക്കാർ റെഡിയായി ഇങ്ങോട്ടേക്ക് പോകണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പല ടൈമിംഗ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഹാസിമ അതിൻ്റെ ഇടയിൽ വെള്ളത്തിലേക്ക് ചാടാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ പട്ടികളൊക്കെ ആയിട്ട് ലേഡീസ് ഇങ്ങനെ പോകണ കാണാം കേട്ടോ. ഈ മറീനയിൽ വരുമ്പോൾ എപ്പോഴും കാണുന്നൊരു വ്യൂ ആണിത്. ഹാസിമിന് പട്ടീന്നോ പൂച്ചയെന്നോ ഒന്നുമില്ല. ആരെ കണ്ടാലും പോയി കെട്ടിപ്പിടിക്കുക. ഒരു പേടിയില്ല കേട്ടോ. ഒരു മൃഗത്തിനെയും ഒരു പേടിയില്ല ആൾക്ക്. അപ്പോൾ ഇത്ര നേരം ഓടിക്കളിക്കായിരുന്നു. അപ്പോൾ പട്ടികളെ കണ്ടോടുകൂടി അതിൻ്റെ അടുത്ത് ഇങ്ങനെ പോയി നിൽക്കണ്ടായിരുന്നു. ആ ചെറിയ ബ്ലാക്ക് ഡോഗിൻ്റെ വായുടെ അകത്ത് ബോളുണ്ട് കേട്ടോ. അത് പോണവരെ അങ്ങനെ ബോളും പിടിച്ച് നിൽക്കണ്ടായിരുന്നു. അതെന്താണെന്ന് മനസ്സിലാവണില്ല. വലിയൊരു ബോൾ, ആ ഒരു ഡോഗിനേക്കാളും വലിയൊരു ബോൾ അതിൻ്റെ വായിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ഹാസിമിനാണെങ്കിൽ അതിനെ കണ്ടിട്ട് വീട്ടിൽ കൊണ്ടുപോകാനായിട്ടുള്ള ഇൻട്രസ്റ്റിൽ ഇങ്ങനെ പോയി. പിന്നെ അതിൻ്റെ തൊടയൊക്കെ ചെയ്തിട്ടാണ്. അങ്ങനെ അത് പോയി കഴിഞ്ഞപ്പോൾ നേരെ തിരിച്ച് പാർക്കിങ്ങിലേക്ക് നടക്കാനായിട്ട് എല്ലാവരും. കുറച്ചൊന്ന് നടക്കാനുണ്ട് പാർക്കിങ്ങിൽ. പിന്നെ ഇവിടെ നന്നായിട്ട് ഓടിക്കളിക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ആൾ ഇത്തിരി നേരം കളിക്കണമെങ്കിൽ കളിക്കട്ടെ എന്ന് ഓർത്ത് കുറച്ച് നേരം ഞങ്ങളങ്ങനെ നോക്കിയിരുന്നു. എന്തായാലും ഒരു ഓപ്പൺ സ്പേസ് കിട്ടിയതാണല്ലോ. അത് കഴിഞ്ഞ് പയ്യെ നമ്മളും വീട്ടിലേക്ക് പോയി. അവർ എവിടേക്കോ പോകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവർ വന്നപ്പോൾ ഒരു 1 മണിയൊക്കെ ആയിട്ടുണ്ടായി. നമ്മൾ 10 മണിയൊക്കെ ആയപ്പോൾ വീട്ടിലെത്തിയിട്ടാ. അങ്ങനെ പിറ്റേ ദിവസം പോകാനുള്ള പാക്കിങ്ങും കാര്യങ്ങളൊക്കെ രാവിലെ ചെയ്തത്. അവർ വന്നപ്പോൾ കുറച്ച് ലേറ്റായല്ലോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 11 മണിയൊക്കെ ആയിട്ട് ഇറങ്ങിയപ്പോൾ പിന്നെ അവർക്ക് ഗ്രാൻഡിൽ നിന്ന് 2-3 സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്തൊരു വെജിറ്റബിൾ സ്റ്റീമർ ഉണ്ടായിരുന്നു കേട്ടോ, ക്ലിക്കോൻ്റെ. അപ്പോൾ അത് നല്ല അടിപൊളി സാധനമാണെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്ക് വാങ്ങിക്കാനായിട്ട് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ. അപ്പോൾ അതൊന്ന് നോക്കാം എന്നൊക്കെ വിചാരിച്ചൊന്ന് ഗ്രാൻഡിൽ കയറണം. എന്നിട്ട് ലോഹറൊക്കെ നിസ്കരിച്ച് അവിടെ നിന്ന് ചെറിയ ഫുഡ് എന്തെങ്കിലും വാങ്ങി കരുതിയിട്ട് അങ്ങനെ ഇറങ്ങാമെന്നാണ് കേട്ടോ വിചാരിക്കണേ. അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ വണ്ടിയിലേക്ക് പാക്ക് ചെയ്ത് ഹാസിമും അവരുടെ കൂടെ തന്നെ പോകുന്നുണ്ട് കേട്ടോ.
പിക്കായും പിള്ളേർ വെക്കേഷൻ ആയതുകൊണ്ട് അവരൊരു ക്ലാസ്സിന് ചേർത്തിട്ടുണ്ടായിരുന്നു പിയാനോടെയൊക്കെ. അപ്പോൾ ഇക്കാടെ ഓഫീസിൻ്റെ അടുത്താണ് കേട്ടോ അത്. അപ്പോൾ ഹംദാനെ ആറുനെയും അവിടെ ആക്കിയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ഇക്ക പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും റെഡിയായി ഒരുമിച്ച് അങ്ങനെ ഇറങ്ങിയിട്ട് അപ്പോൾ പിള്ളേർ അങ്ങോട്ടേക്കും പോയി, ഞങ്ങൾ ഗ്രാൻഡിലേക്കും പോയി. അപ്പോൾ ഇന്ന് പാസ്തയൊക്കെ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. പാസ്ത, മുട്ട പുഴുങ്ങിയതും ഫ്രൂട്ട്സൊക്കെ ആയിട്ട് അങ്ങനെയാണ് ഫുഡൊക്കെ കഴിച്ചത്. അങ്ങനെ നമ്മൾ ആദ്യം ഫോർ സ്ക്വയറിൽ കയറി പാൽ പൊറോട്ടയൊക്കെ ഓർഡർ കൊടുത്തു കേട്ടോ. അതിനുശേഷം ഗ്രാൻഡിലേക്ക് പോയി. ഗ്രാൻഡിൽ വെജിറ്റബിൾ സ്റ്റീമറൊക്കെ തപ്പിയെടുത്തെങ്കിലും നമ്മൾ വിചാരിച്ച സംഭവം കിട്ടിയില്ല കേട്ടോ. ഭയങ്കര വലിയ സൈസിലുള്ളതായിരുന്നു. പിന്നെ അതങ്ങനെ വാങ്ങിയില്ല. പിന്നെ എൻ്റെ ടീ പോട്ട് ഉണ്ടല്ലോ ഗ്ലാസിൻ്റെ, അതാൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരെണ്ണം അവിടെ കണ്ടിരുന്നു. എൻ്റെ മോഡലല്ല, ഈ പിടിയില്ലാത്ത ടൈപ്പായിരുന്നു. എന്നാലും അതങ്ങനെ ഒരെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അവർ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കാരണം അവിടെ ഫുഡ് ഐറ്റംസിനൊക്കെ ഭയങ്കര റേറ്റാണ് കേട്ടോ. ഇവിടത്തേക്കായും ഡബിളാണ് ഇപ്പോൾ സൗദിയിൽ. പിന്നെ 15% എന്തോ ആണ് വാറ്റ്. നമുക്കിവിടെ 5% ഉള്ളത്. അപ്പോൾ അതനുസരിച്ച് തന്നെ ഫുഡ് പ്രോഡക്ട്സൊക്കെ ഭയങ്കര റേറ്റ് കൂടുതലാണ്. അപ്പോൾ ഇക്കായും പറയുന്നുണ്ടായിരുന്നു ഇവിടെ നിന്ന് ഒരുപാട് ഫുഡ് ഐറ്റംസ് അങ്ങടേക്ക് റീസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവരെ കളിയാക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. സവാളയും അച്ചിങ്ങയും ഒക്കെ ആയിട്ടാണ് ദുബായിൽ നിന്ന് പോണേന്നൊക്കെ പറഞ്ഞ് കുറേ കളിയാക്കുന്നുണ്ടായിരുന്നു. ഞാനിത് വീഡിയോയിലിടും എന്ന് പറഞ്ഞപ്പോൾ ഇട്ടോ, പക്ഷേ ഞങ്ങൾ ബോർഡർ കടന്നിട്ട് ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ റൗഫ്ക്ക് ഒരു വെജിറ്റബിൾ ലവറാണ് കേട്ടോ. ഞാനും സെയിം തന്നെയാണ്. തോരനും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഇവിടുത്തെ അച്ചിങ്ങയൊക്കെ കുറച്ച് നാടൻ ടച്ചുണ്ട്, നാടൻ ടേസ്റ്റായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അച്ചിങ്ങ വാങ്ങിയതാണ് കേട്ടോ. അതേപോലെ സവാളയ്ക്കൊക്കെ അവിടെ ഭയങ്കര 18-20 ദിർഹംസാണ്. ഇവിടെ 1 കിലോ 5 ദിർഹംസൊക്കെ ഉള്ളൂ, ചീപ്പാണ്. ഫുഡ് ഐറ്റംസിൻ്റെ കാര്യത്തിൽ ദുബായ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം നാട്ടിൽ പോലും ഇത്രയും മലയാളി റെസ്റ്റോറൻറ്റ്സ് ഉണ്ടോയെന്ന് സംശയമാണ്. അതുപോലെ ചീപ്പായിട്ട് ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവർ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് അതേ അവർ പോകുന്ന സീനാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഭയങ്കര ഒരു വിഷമമായിരുന്നു. കുറച്ച് ദിവസം ഒന്നും ചെയ്യാനും പറയാനും ഒന്നും നേരമില്ല. ആകെ ഒരു ബഹളവും തിരക്കും ഓട്ടവും ഒക്കെ ആയിരിക്കുമല്ലോ ആരെങ്കിലും വരുമ്പോൾ. അത് കഴിഞ്ഞ് അവർ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ വീടിൻ്റെ അകത്തൊരു ശൂന്യതയല്ലേ. അപ്പോൾ അത് കുറച്ച് നേരത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഹാസിമിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനൊരു ട്രോളി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല വെയിലാണ്, 1 മണി 1:30 സമയമാണല്ലോ. അപ്പോൾ ബർത്ത്ഡേ വ്ളോഗും അവർ പോകുന്നതും എല്ലാം കൂടി ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയതാണ് കേട്ടോ. 2 ദിവസത്തെ കാര്യങ്ങളാണിത്. അങ്ങനെ ഹാസിമിൻ്റെ ബർത്ത്ഡേയും കഴിഞ്ഞു, അവർ തിരിച്ച് സൗദിയിലെത്തി. അപ്പോൾ അൽഹംദുലില്ലാ പെരുന്നാളും ബർത്ത്ഡേ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയായിരുന്നു വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണം കേട്ടോ വീഡിയോ കാണുന്നവർ. അപ്പോൾ മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.